ഹലോ, വെൽക്കം ടു ഹോം കുക്കിംഗ് ജേർണൽ. ഈ നിൽക്കുന്നത് ജൂൺ പ്ലം ആണ്. ഈ ജൂൺ പ്ലമ്മിനെ അമ്പഴങ്ങ എന്ന് പറയും. അതുകൊണ്ടുള്ള അച്ചാറാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിന് അമ്പരല്ല, അംടെക്കായ്, ഇന്ത്യൻ ഹോഗ് പ്ലം എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തായാലും നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തുടച്ചിട്ട് ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു 3-4 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ വേണം ഈ അരിഞ്ഞ് വെച്ച ഇഞ്ചി ആദ്യം ചേർത്ത് കൊടുക്കുക. ഇഞ്ചി എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് വയ്ക്കുക. അരിഞ്ഞു വെച്ച അമ്പഴങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സ്റ്റൗവ് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. അമ്പഴങ്ങ ചെറുതായിട്ടൊന്ന് വാടാനേ പാടുള്ളൂ, വളരെയധികം കുക്ക് ചെയ്ത് പോകാൻ പാടില്ല. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇനിയും വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ മുളക് പൊടി അതിൻ്റെ അടിയിൽ കിടന്നിട്ട് ചൂട് കൂടിയിട്ട് കരിയാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അമ്പഴങ്ങ ചെറുതീയിൽ കിടന്ന് വാടാനേ പാടുള്ളൂ, അതിൽ കൂടുതലാവാൻ പാടില്ല. അതുകൊണ്ട് ഇതിൻ്റെ അടിയിലത്തെ എണ്ണ ഇങ്ങനെ ചെറുതായിട്ട് കുമ്പള മാതിരി വരുമ്പോൾ സ്റ്റൗവ് ഓഫ് ചെയ്ത് വയ്ക്കണം. അങ്ങനെ അമ്പഴങ്ങ അച്ചാർ അല്ലെങ്കിൽ ജൂൺ പ്ലം പിക്കിൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാം. ഈ തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി 3 ദിവസമെങ്കിലും അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കറികളുടെ കൂടെയൊക്കെ. അപ്പോൾ ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.